ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് നല്ല നത്തൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നത്തൽ നന്നായി വെട്ടി കഴുകിയൊക്കെ എടുത്ത് നമുക്ക് നത്തൽ പീരി ഉണ്ടാക്കാം. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് 1/2 കിലോയിലും താഴെയാണ് കേട്ടോ നത്തലെടുത്തത്. കാരണം 1/2 കിലോ വാങ്ങിക്കൊണ്ട് വന്നതായിരുന്നു, കുറച്ചെടുത്ത് വറുത്തു, അതാണ് സംഭവം. ഓക്കെ, അങ്ങനെ അപ്പം നമ്മൾ നത്തലൊക്കെ വെട്ടി ഉപ്പിട്ട് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ചുപ്പ്, കുറച്ച് കറിവേപ്പില, ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് ചേർക്കേണ്ട സാധനങ്ങൾ എടുക്കാം. തേങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അത് മിക്സി ജാറിലേക്ക് ആ തേങ്ങ ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കണം, പച്ചമുളക് ഇട്ട് കൊടുക്കണം, കറിവേപ്പില ഇട്ട് കൊടുക്കണം, അതുപോലെ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം നമുക്ക്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്ത് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞാനെല്ലാം ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക കേട്ടോ. ഒതുക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അധികം അരഞ്ഞു പോയിട്ടുണ്ട്, പിന്നെ രസം ഉണ്ടാവില്ല. നമ്മുടെ മീൻ പീരയിൽ ഇതിങ്ങനെ പൊങ്ങി തന്നെ കിടക്കണം കേട്ടോ. ഇവിടെ ചതച്ചെടുക്കുക, ഒതുക്കി ചേർക്കാനൊക്കെ പറയാറുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങ അധികം അരിയാതെ എടുക്കുന്നതിനാണ് അങ്ങനെ പറയുന്നത്. ഇനി നമ്മൾ നല്ലൊരു ചട്ടി അടുപ്പത്ത് വെക്കാൻ പോവാണ്. ഇത് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ആ മൺചട്ടി അടുപ്പത്ത് വെച്ചു. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇനി വഴറ്റിയെടുക്കാൻ ആവശ്യമായ കുറച്ച് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം ഞാൻ കൊത്തി എരിഞ്ഞ് ചെറുതാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി കറിവേപ്പില കൂടി വേണം കേട്ടോ. അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്, ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ വഴറ്റിയെടുക്കുന്നതിലേക്കാണ് നമ്മൾ ഇതൊന്ന് മൂത്ത് വരണം. നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ ചതച്ചെടുത്ത് ഒതുക്കിയെടുത്ത് നമ്മുടെ തേങ്ങ ചേർക്കുകയാണ്. അതെല്ലാം ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ചൂടാക്കി എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ നമ്മുടെ നേരത്തെ തിരുമ്മി വെച്ച നത്തലുണ്ടല്ലോ, ആ നത്തൽ ചേർക്കുകയാണ്. നത്തൽ ചേർത്തിട്ട് ഒന്ന് തട്ടിപ്പൊത്തി ആ തേങ്ങയൊക്കെ എല്ലാ ഭാഗത്തുമായി മീൻ അതിൻ്റെ ഉള്ളിലായി നമ്മളൊന്ന് തട്ടിപ്പൊത്തി വെച്ച് നമ്മളതിനെ വേവിച്ചെടുക്കുകയാണ്. വേവിച്ചെടുക്കാൻ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കില്ല. ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ പുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളി കുടംപുളി ഇട്ടു. അതിനകത്തുണ്ടായിരുന്ന ആ 1/4 ഗ്ലാസ് വെള്ളാട്ടോ ഞാൻ ഒഴിച്ചത്. അതങ്ങനെ ഒരു വാഴയില കൊണ്ട് ചട്ടി മൂടി പൊത്തി ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മെല്ലെ ഇളക്കണം. കാരണം നമ്മുടെ നത്തലല്ലയോ, അത്രയല്ലേ ഉള്ളൂ സാധനം, വേഗം ഒടിഞ്ഞും പൊടിഞ്ഞൊക്കെ പോവും. അപ്പോൾ അതൊന്ന് ഇടയ്ക്കൊന്ന് അടിഭാഗം ഒന്ന് കുത്തി ഇളക്കും, കാരണം മൂട്ടി പിടിച്ചിട്ടില്ല എന്ന് മനസ്സിലാവും മാത്രം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുത്തി ഇളക്കി വേവിച്ചൊക്കെ കൊടുത്ത് കുറേ നേരം കൊണ്ട് നമുക്ക് അധിക സമയമൊന്നും വേണ്ട കേട്ടോ, വേഗം വെന്തിട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് എണ്ണ കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്ത് കറിവേപ്പില കൂടി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീൻ പീരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എല്ലാവരും ഈ രീതിയിലൊന്ന് മീൻ പീര വെച്ച് നോക്കണം. പിന്നെ ഈ രീതിയിൽ മാത്രമേ നിങ്ങൾ മീൻ പീര വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.